നമ്മുടെ ചുറ്റുപാടുമുള്ള വീടുകളിലേക്കൊന്ന് നോക്കണം. മക്കളെ ഓർത്ത് വിലപിക്കുന്ന, കണ്ണീര് കുടിക്കുന്ന ഒട്ടേറെ മാതാപിതാക്കളെ കാണാം. കുട്ടിക്കാലം മുതൽ പൊന്നുപോലെ വളർത്തിയ മക്കൾ കൗമാരപ്രായമാകുമ്പോൾ അവർക്ക് കണ്ണീരും വേദനയും സമ്മാനിക്കുന്ന കാഴ്ച. പഠനത്തിൽ ഉഴപ്പ്, ലഹരി ഉപയോഗം, പ്രണയവും സൗഹൃദവും. എതിർത്താൽ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളുമാണ്. അച്ഛനും അമ്മയും വഴക്കു പറഞ്ഞാൽ വീട് വിട്ടിറങ്ങുന്ന കുട്ടികൾ, ആത്മഹത്യാ പ്രവണത കാണിക്കുന്നവർ. എന്താണ് നമ്മുടെ മക്കൾക്കിപ്പോൾ സംഭവിക്കുന്നത്? ഒരാവേശത്തിന് വീട്ടുകാരുമായി കലഹിച്ച് നാടുവിടുന്ന കൗമാരക്കാർ പലപ്പോഴും അപകടത്തിലേക്കാണ് എടുത്തു ചാടുന്നത്. മലപ്പുറം പെരിന്തൽമണ്ണയിലെ 16-കാരി അച്ഛനെയും അമ്മയെയും വെറുതെ പേടിപ്പിക്കാനായി വീട് വിട്ടിറങ്ങിയതാണ്. പിന്നീട് കോഴിക്കോട് എത്തിയപ്പോൾ അവളെ കാത്തിരുന്നത് വലിയ ദുരന്തം. 16-കാരിയെ ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ 4 പേർ പിടിയിലായിട്ടുണ്ട്. ആ കേസിലേക്ക് പോകും മുൻപ് പാലക്കാട് എലപ്പുള്ളിയിൽ യുവാവിന് നേരിട്ട ആൾക്കൂട്ട മർദ്ദനമാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. പാലക്കാട് എലപ്പുള്ളിക്ക് സമീപം തേനാരിയിൽ രാത്രിയിൽ വലിയ ബഹളം കെട്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. ആ സമയം ഒരു യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ടിരിക്കുന്നു. ക്രിമിനൽ സംഘം വടി ഉപയോഗിച്ച് അയാളെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട്. ബന്ധുക്കൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അക്രമികളെ ഭയന്ന് ഒരാൾ പോലും തടയാൻ ശ്രമിക്കുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് തേനാരി സ്വദേശി വിപിൻ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഭവത്തിന് പിന്നിൽ. ആദ്യം പേടി കാരണം യുവാവ് പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. പിന്നീട് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതോടെ പരാതിയും കേസുമായി. ആക്രമി സംഘത്തിലെ 2 പേരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി ആൾക്കൂട്ടമർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട അന്ന് തന്നെയാണ് പാലക്കാട് ഞെട്ടിക്കുന്ന മറ്റൊരാക്രമണം കൂടിയുണ്ടായത്. ഡിസംബർ 17-ന് എലപ്പുള്ളി തേനാരിയിൽ ഒഗരംപള്ളിയിൽ പ്രദേശവാസിയായ വിപിനാണ് മർദ്ദനമേറ്റത്. തോർത്തുപയോഗിച്ച് കെട്ടിയിട്ട് ബന്ധുക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു ക്രൂരമർദ്ദനം. ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പിന്നാലെ വിപിനും പരാതി നൽകി. സംഭവത്തിൽ വിപിന്റെ സുഹൃത്തുക്കളായ കോയമ്പലം സ്വദേശി ശ്രീകേഷിനെയും കഞ്ചിക്കോട് സ്വദേശി ഗിരീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനിടെ പാലയിൽ നിൽക്കുമ്പോൾ ഈ ശ്രീകേഷ് പറഞ്ഞതും ശ്രീകേഷിൻ്റെ ഒരു കൂട്ടുകാരനും കൂടിയിട്ടാണ് വന്നത്. അവിടെ നിന്ന് അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് വീട്ടിലോട്ട് വീട്ടിൽ ഒകരപ്പള്ളം, നോമ്പിക്കോട് ഒകരപ്പള്ളം പറഞ്ഞ സ്ഥലത്ത് അവിടെ കൊണ്ടുപോയിട്ടാണ് അടിച്ചത്. അവിടെ നിന്ന് അടിച്ചിട്ട് അവിടെ നിന്ന് റോട്ടിൽ കൂടെ വലിച്ചുകൊണ്ട് പോയിട്ട് എന്താ പറയുക, ശ്രീകേഷിൻ്റെ അമ്മയും ഇവർ 2 പേരും കൂടി എൻ്റെ ഡ്രസ്സ് മൊത്തം ഊരിയെടുത്തിട്ട് അവിടെ നിന്ന് നടത്തിക്കൊണ്ടുപോയിട്ടാണ് അവിടെ നിന്ന് കെട്ടിയിട്ട് തല്ലിയിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ഡിസംബർ ആദ്യവാരം ശ്രീകേഷും വിപിനും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. പിന്നാലെ വിപിനും മറ്റൊരാളും ചേർന്ന് ശ്രീകേഷിന്റെ ബൈക്ക് കത്തിച്ചു. എന്നാൽ സംഭവത്തിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. ബൈക്ക് നശിപ്പിച്ചതിന്റെ വൈരാഗ്യം കാരണമാണ് അക്രമികൾ വിപിനെ മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി കോഴിക്കോട് ബീച്ചിൽ പുലർച്ചെ അവൾ വഴിതെറ്റി വന്നതല്ല. അച്ഛനോടും അമ്മയോടും വഴക്കിട്ട് മലപ്പുറം പെരിന്തൽമണ്ണയിൽ നിന്ന് വീട് വിട്ടിറങ്ങിയതാണ്. ഒരു വൈകാരിക നിമിഷത്തിൽ തോന്നിയ എടുത്തുചാട്ടം ആ പെൺകുട്ടിയുടെ ജീവിതമാണ് തകർത്തത്. ഒരു കൗമാരക്കാരി തനിച്ച് ബീച്ചിലിരിക്കുന്നത് കണ്ട് പരിചയപ്പെടാനെത്തിയ 2 യുവാക്കൾ അവൾക്ക് ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് ലഹരി നൽകി കൂട്ടബലാത്സംഗം. കേസിൽ 4 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. മാതാപിതാക്കളുമായി വഴക്കിടുന്ന, ഒരാവേശത്തിന് എടുത്തു ചാടുന്ന കുട്ടികൾക്ക് ഈ പെൺകുട്ടിയുടെ കഥ ഒരു പാഠമാകണം.
പെൺകുട്ടിയെ ലഹരി മരുന്ന് നൽകി പീഡിപ്പിച്ച കേസിൽ പുതുപ്പാടി സ്വദേശികളായ മുഹമ്മദ് സാലിഹ്, ഷബീർ അലി എന്നിവരും ഫ്ളാറ്റിൽ എത്തിച്ചു നൽകിയ കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റയീസ്, മുഹമ്മദ് ഷമീം എന്നിവരുമാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 20-ന് മാതാപിതാക്കളുമായി പിണങ്ങി വീട് വിട്ടിറങ്ങിയതാണ് പെരിന്തൽമണ്ണ സ്വദേശിനിയായ 16-കാരി. ബസ് കയറി നേരെ എത്തിയത് കോഴിക്കോട് നഗരത്തിലായിരുന്നു. ബീച്ചിൽ വെച്ച് പിറ്റേന്ന് പുലർച്ചെ പ്രതികളായ മുഹമ്മദ് ഷമീമിനെയും മുഹമ്മദ് റയീസിനെയും പരിചയപ്പെട്ടു. ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് ഇവർ സുഹൃത്തുക്കളായ മുഖ്യപ്രതികളുടെ പന്തിരാങ്കാവിലെ ഫ്ളാറ്റിലേക്ക് പെൺകുട്ടിയെ എത്തിച്ചത്. അവിടെ വെച്ച് മുഖ്യപ്രതികളായ പുതുപ്പാടി സ്വദേശി മുഹമ്മദ് സാലിഖും ഷമീർ അലിയും ചേർന്ന് പെൺകുട്ടിയെ ലഹരി മരുന്ന് നൽകി പീഡിപ്പിക്കുകയായിരുന്നു. 22-ന് അർദ്ധരാത്രിയോടെ പെൺകുട്ടിയെ ബീച്ചിൽ കൊണ്ടുവിട്ട ശേഷം മുഹമ്മദ് ഷമീമും മുഹമ്മദ് റയീസും മുങ്ങി. വനിതാ പോലീസ് സംഘം പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. പീഡന വിവരം പെൺകുട്ടി വെളിപ്പെടുത്തിയതോടെ പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി. പിന്നീട് പെൺകുട്ടി നൽകിയ വിവരമനുസരിച്ച് ഫ്ളാറ്റ് തിരിച്ചറിഞ്ഞ പോലീസ് പ്രധാന പ്രതികളായ മുഹമ്മദ് സാലിഹിനെയും ഷമീർ അലിയെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് ഷമീമും മുഹമ്മദ് റയീസും അറസ്റ്റിലായത്. ജോലി തേടി കോഴിക്കോടെത്തിയ ഇരുവരും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് പെൺകുട്ടിയെ മുഖ്യപ്രതികൾക്ക് എത്തിച്ചു കൊടുത്തതെന്ന് പോലീസിന് മൊഴി നൽകി. പന്തിരിക്കര സ്വദേശിയായ ഇർഷാദിനെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് സാലിഹ്. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പെൺകുട്ടിയെ പോലീസ് ബന്ധുക്കൾക്ക് കൈമാറി. ന്യൂസ് 18 കോഴിക്കോട്. ഭിന്നശേഷിക്കാരായ മക്കളെ മാതാപിതാക്കൾ എത്രത്തോളം കരുതലോടെയാകും വളർത്തുക. പക്ഷേ ഒന്ന് കണ്ണു തെറ്റിയാൽ അവർ പല ചതിക്കുഴികളിലും വീഴാം. കണ്ണൂർ തളിപ്പറമ്പിൽ അമ്മയോടൊപ്പം ആശുപത്രിയിലെത്തിയ ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് സെക്യൂരിറ്റി ജീവനക്കാരനാണ്. അമ്മ ഡോക്ടറെ കാണാൻ മുറിയിൽ കയറിയപ്പോഴാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് ദുരനുഭവം ഉണ്ടായത്. സംഭവത്തിൽ കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ സെക്യൂരിറ്റി ജീവനക്കാരനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാണ്. ആശുപത്രിയിലെത്തിയ പ്രായപൂർത്തിയാകാത്ത ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് കേസ്. തളിപ്പറമ്പ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരനായ വിമുക്ത ഭടൻ പയ്യാവൂർ സ്വദേശി പ്രദീപ് കുമാറിനെതിരെയാണ് കേസെടുത്തത്. ഈ മാസം 22-നാണ് കേസിനാസ്പദമായ സംഭവം. ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടി മാതാവിനൊപ്പം ആശുപത്രിയിൽ കൗൺസിലിംഗിനെത്തിയതായിരുന്നു. മാതാവ് കൗൺസിലിംഗ് മുറിയിൽ കയറിയപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ പെൺകുട്ടിയെ കടന്നുപിടിച്ചതായാണ് പരാതി. കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി ഇക്കാര്യം പറഞ്ഞത്. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവം നടന്നതിന്റെ പിറ്റേന്ന് മുതൽ പ്രദീപ് കുമാർ ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കണ്ണൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരാണ് ഉന്നതൻ? എ പത്മകുമാർ ഉദ്ദേശിച്ച ദൈവതുല്യൻ ആരായിരിക്കും? മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് സംശയമുണ്ട് നീളുന്നത്. അതോടെ കടകംപള്ളിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അതീവ രഹസ്യമായി കഴിഞ്ഞ ശനിയാഴ്ച നടന്ന ചോദ്യം ചെയ്യലിനെ കുറിച്ച് കടകംപള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്: ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, പറയാനുള്ളത് പറഞ്ഞു. ദൈവതുല്യൻ വേട്ടനായ്ക്കളല്ലെന്നായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് കടകംപള്ളി സുരേന്ദ്രനെ നേരിട്ട് കണ്ട് SIT മൊഴി രേഖപ്പെടുത്തിയത്. കടകംപള്ളിക്ക് പുറമെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിൽ നിന്ന് SIT മൊഴിയെടുത്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ മൊഴി അനുസരിച്ചാണ് അന്വേഷണ സംഘം കടകംപള്ളിയുടെയും മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് വിവരം. എല്ലാ തീരുമാനങ്ങളും എടുത്തത് ദേവസ്വം ബോർഡാണെന്നാണ് കടകംപള്ളിയുടെ മൊഴി. സർക്കാരിലേക്ക് ഒരു അപേക്ഷയും വന്നിട്ടില്ല. സ്വർണം പൂശാനുള്ള ഒരു ഫയൽ നീക്കവും വകുപ്പ് നടത്തിയിട്ടില്ലെന്നും കടകംപള്ളി SITയോട് പറഞ്ഞു. മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ ചോദിച്ചതായും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞെന്നുമാണ് കടകംപള്ളി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.
2019 കാര്യങ്ങളാണ് SIT ചോദിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്. അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളിക്ക് പരിചയമുണ്ടായിരുന്നതായി പത്മകുമാർ നേരത്തെ മൊഴി നൽകിയതായാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SIT കടകംപള്ളിയെ നേരിട്ട് കണ്ട് മൊഴിയെടുത്തത്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണമാണ് കടകംപള്ളിയുടെ മൊഴിയെടുക്കാൻ ഇത്രയും വൈകിയതെന്നും ആക്ഷേപമുണ്ട്. അതിനിടെ കേസിൽ സംശയ നിഴലിലുള്ള ഡി മണിയുടെ സഹായി ബാലമുരുകൻ, പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറഞ്ഞ മറ്റൊരു ഇടനിലക്കാരൻ വിരുദുനഗർ രാജപാളയം സ്വദേശി ശ്രീകൃഷ്ണൻ എന്നിവരെ SIT ചോദ്യം ചെയ്തു. ഇവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. കേസിൽ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസം കൂടി നീട്ടി. എല്ലാം അയ്യപ്പൻ നോക്കിക്കോളുമെന്നും കടകംപള്ളി സുരേന്ദ്രനാണോ ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് ശവംതീനികൾ അല്ലെന്നുമായിരുന്നു പത്മകുമാറിന്റെ മറുപടി. വേട്ടനായ്ക്കളല്ല, ഏതായാലും വേട്ടനായ്ക്കളല്ല. എല്ലാത്തിനും സാറിന്റെ പേര് മാത്രമാണ് ഇപ്പൊ മൊഴിയുടെ പ്രതികളെ. അതെ, നോക്കാം, അയ്യപ്പൻ നോക്കിയോളൂ. ഈ കടകംപള്ളിയാണോ ദൈവതുല്യൻ? കടകംപള്ളിയാണോ ദൈവതുല്യൻ? ഏതായാലും ശവന്തീനികളല്ല. കോടതി നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്കിറക്കുമ്പോഴായിരുന്നു പത്മകുമാറിന്റെ പ്രതികരണം. ദ്വാരപാലക ശില്പപാളി കേസിൽ പത്മകുമാർ നൽകിയ ജാമ്യാപേക്ഷയും കോടതി പരിഗണിച്ചു. ജാമ്യാപേക്ഷയിൽ ജനുവരി 7-ന് കോടതി വിധി പറയും. ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരെ ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യക്ക് എന്താണ് പങ്ക്? കേസിൽ താരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പൂട്ടുമോ? ജയസൂര്യയെ ED വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. സ്ഥാപനത്തിൽ നിന്നും നടൻ കൈപ്പറ്റിയത് തട്ടിപ്പിൽ നിന്നുള്ള പണമാണെന്ന നിഗമനത്തെ തുടർന്നാണ് നീക്കങ്ങൾ. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം കൂടുതൽ താരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചേക്കുമെന്നും സൂചനയുണ്ട്. സേവ് ബോക്സ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ജയസൂര്യയെ കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തത്. എന്നാൽ തട്ടിപ്പുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് ജയസൂര്യയുടെ മൊഴി. ആപ്പിന്റെ പരസ്യത്തിൽ അഭിനയിക്കുക മാത്രമാണ് താൻ ചെയ്തത്. പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് കരാർ പ്രകാരം നൽകേണ്ട തുക തനിക്ക് മുഴുവനായി ലഭിച്ചില്ല. സേവ് ബോക്സ് ആപ്പിൽ മറ്റ് സാമ്പത്തിക ഇടപാടുകളൊന്നും തനിക്കില്ലെന്നും നടൻ പറഞ്ഞു. അതേസമയം ആപ്പുമായി ബന്ധപ്പെട്ട് ജയസൂര്യക്ക് എന്തെങ്കിലും ബിസിനസ് പങ്കാളിത്തമുണ്ടോ എന്ന് ED അന്വേഷിക്കുന്നുണ്ട്. സേവ് ബോക്സ് ബ്രാൻഡ് അംബാസിഡറാകാൻ ജയസൂര്യക്ക് കരാറുണ്ടെന്നും ED സംശയിക്കുന്നു. ജയസൂര്യയെ ചോദ്യം ചെയ്യാനായി വീണ്ടും വിളിപ്പിച്ചേക്കുമെന്നാണ് സൂചന. കൂടുതൽ അന്വേഷണത്തിന് ശേഷം കണ്ടുകെട്ടൽ നടപടികളിലേക്ക് കടന്നേക്കുമെന്നും വിവരമുണ്ട്. ഓൺലൈൻ ലേലത്തിലൂടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാമെന്ന പ്രചാരണം നൽകിയാണ് സേവ് ബോക്സ് ആപ്പ് 2019 അവതരിപ്പിച്ചത്. നടൻ ജയസൂര്യ അടക്കമുള്ള സിനിമാ താരങ്ങൾ ആപ്പ് അവതരണ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. തൃശൂർ പോട്ടോർ MK ഗാർഡൻസിൽ താമസിക്കുന്ന വിയൂർ സ്വദേശി സ്വാദിഖ് റഹീമായിരുന്നു സ്ഥാപന ഉടമ. ഓൺലൈൻ ലേലത്തിൽ പങ്കെടുക്കാൻ സേവ് ബോക്സ് നൽകുന്ന വെർച്വൽ കോയിൻ പണം കൊടുത്തു വാങ്ങണം. ഇതുപയോഗിച്ചായിരുന്നു ലേലം. സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞും സ്വാദിഖ് റഹീം പലരിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപമായി സ്വീകരിച്ചു. മാസം 25 ലക്ഷം രൂപ വരെയും ലാഭവും കമ്പനിയിൽ ഓഹരി പങ്കാളിത്തവുമായിരുന്നു വാഗ്ദാനം. തൃശൂർ കാളത്തോട് സ്വദേശി പരാതി നൽകിയതോടെയാണ് തട്ടിപ്പ് പുറത്തു വന്നത്. ഇയാളിൽ നിന്നും 21 ലക്ഷം രൂപ സ്വാദിഖ് റഹീം നിക്ഷേപമായി സ്വീകരിച്ചിരുന്നു. മറ്റു ചിലരും കൂടി പരാതിയുമായി എത്തിയതോടെ 2023 ജനുവരിയിൽ സ്വാദിഖിനെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് EDയും ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തു.
സേവ് ബോക്സ് ബിൽഡിംഗ് അപ്പ് ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. 2 കോടിയോളം രൂപ ജയസൂര്യയ്ക്ക് സ്വാതിക് റഹീം വാഗ്ദാനം ചെയ്തെന്നാണ് വിവരം. മറ്റു പല സിനിമാ താരങ്ങളും ആപ്പിന്റെ പ്രചാരണത്തിൽ നവമാധ്യമങ്ങളിലടക്കം ഭാഗമായി. സ്വാതിക്കിനും ജയസൂര്യയ്ക്കുമിടയിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ച ശേഷമാണ് ജയസൂര്യയെ ഇ ഡി വിളിപ്പിച്ചത്. ഡിസംബർ 24-നും ജയസൂര്യ ഇ ഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. കഴിഞ്ഞ ദിവസം ജയസൂര്യയുടെ ഭാര്യ സരിതയും മൊഴി നൽകാനെത്തി. ജയസൂര്യയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സരിതയാണ്. ഇതാണ് അന്വേഷണം സരിതയിലേക്ക് നീളാൻ കാരണം. ന്യൂസ് 18 കൊച്ചി. പ്രണയ പ്രതികാരത്തിൻ്റെ കഥകൾ വലിയ ഞെട്ടലോടെയാണ് നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത്. മനോനില തെറ്റിയ യുവാക്കൾ ഒട്ടേറെ പെൺകുട്ടികളുടെ ജീവിതം തകർത്തിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെ തീരാ കണ്ണീരിനാഴ്ത്തിയിട്ടുണ്ട്. 4 വർഷം മുൻപ് മലപ്പുറം പെരിന്തൽമണ്ണയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് ദൃശ്യ എന്ന പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ്. ആ കേസിലെ പ്രതി വിനീഷ് ഇപ്പോൾ എവിടെയാണ്? കുറച്ചുനാൾ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നു. പിന്നീട് മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഒടുവിൽ അവിടെ നിന്നും വിനീഷ് ചാടിപ്പോയെന്ന വാർത്തയാണ് കേട്ടത്. ശുചിമുറിയുടെ ചുമർ തുരന്ന് രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് വ്യാപകമായി തിരച്ചിൽ ആരംഭിച്ചു. ലാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെരിന്തൽമണ്ണ സ്വദേശിനിയായ ദൃശ്യയെ വിനീഷ് കുത്തിക്കൊലപ്പെടുത്തിയത്. ദൃശ്യയുടെ പിതാവിന്റെ വ്യാപാര സ്ഥാപനത്തിന് തീയിട്ട ശേഷമാണ് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി പെൺകുട്ടിയെ കുത്തി വീഴ്ത്തിയത്. റിമാൻഡിലായി വിനീഷിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. ഇതിനിടെ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് 2022 വിനീഷിനെ കുതിരവട്ടം മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2022 പ്രതി കുതിരവട്ടത്തു നിന്നും ചാടിപ്പോയെങ്കിലും പിന്നീട് പോലീസിന്റെ പിടിയിലായി. ഇതിനിടെ കൊതുക് തിരി കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവമുണ്ടായി. അതിനിടെ വീണ്ടും മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച വിനീഷിനെ 2 ആഴ്ച മുൻപാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ രാത്രി 9 മണി വരെയും പ്രതി മുറിയിലുണ്ടായിരുന്നതായാണ് വിവരം. ഓരോ മണിക്കൂറിലും ഇവിടെ പതിവ് പരിശോധനയുണ്ട്. എന്നാൽ 11 മണിക്ക് പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് വിനീഷ് ചാടിപ്പോയതായി കണ്ടെത്തിയത്. ശുചിമുറിയുടെ ചുമർ തുറന്ന് പിന്നീട് ചുറ്റുമതിൽ ചാടി പുറത്തു എത്തിയാണ് പ്രതി രക്ഷപ്പെട്ടത്. ഉടൻ ജയിലധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു. നിലവിൽ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് പോലീസിന്റെ തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 മലപ്പുറം. അസമിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജോലി തേടിയെത്തിയതാണ് ബിനോയ് ഡോളി എന്ന ചെറുപ്പക്കാരൻ. കുന്നത്തുകാലിലെ ഒരു ഹോട്ടലിൽ ക്ലീനിംഗ് ജീവനക്കാരനായി കുറച്ചുനാൾ ജോലി ചെയ്തു. കഴിഞ്ഞ ദിവസം ജോലി മതിയാക്കി നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. സുഹൃത്തുക്കളോട് യാത്രയെല്ലാം പറഞ്ഞു. പിന്നീട് എന്തായിരിക്കും ബിനോയ്ക്ക് സംഭവിച്ചത്? കഴിഞ്ഞ രാത്രി കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ യുവാവിനെ കണ്ടെത്തുന്നു. സംഭവത്തിൽ ദുരൂഹത ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു. ഒരാഴ്ച മുമ്പാണ് കുന്നത്തുകാലിലെ ഹോട്ടലിൽ ശുചീകരണ തൊഴിലാളിയായി ബിനോയ് എത്തുന്നത്. ജംഗ്ഷനിലെ KSFE ബിൽഡിംഗിന് സമീപത്താണ് മറ്റിതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം ഇയാൾ കഴിഞ്ഞിരുന്നത്. തിങ്കളാഴ്ച രാത്രി ഹോട്ടലിലെ ജോലിക്ക് ശേഷം മുറിയിലെത്തിയ ബിനോയ് അർദ്ധരാത്രിയോടെ സഹതാമസക്കാരനോട് പുറത്തു പോകുന്നെന്ന് പറഞ്ഞു പോവുകയായിരുന്നു. പുലർച്ചെയാണ് ഇയാളെ മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ നിലയിലായിരുന്നു മൃതദേഹം. തലയിടിച്ചു വീണ് രക്തം വാർന്നു മരിച്ചതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. താമസ സ്ഥലത്തുള്ളവരോട് അടുത്തിടെയുള്ള പരിചയം മാത്രമാണ് ഇയാൾക്കുണ്ടായിരുന്നത്.
മാത്രമല്ല ജോലി മതിയാക്കി നാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിരുന്നത് കാരണം ബിനോയിയെ കാണാതായിട്ടും തിരക്കിയില്ല എന്നാണ് മറ്റുള്ളവർ പോലീസിനോട് പറഞ്ഞത്. ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായി വെള്ളറ പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കർണാടക ഹൊൻസൂരിലെ മലയാളിയുടെ ജ്വല്ലറിയിൽ നിന്ന് 8 മിനിറ്റ് കൊണ്ട് 8.5 കിലോ സ്വർണം കവർന്ന കേസ്. നാടിനെ നടുക്കിയ ബാങ്ക് കൊള്ളയിൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. ഹൊൻസൂരിൽ നിന്ന് കവർച്ചാ സംഘം രക്ഷപ്പെട്ടത് കേരളത്തിലേക്കാണ്. അങ്ങനെയെങ്കിൽ കേസിൽ മലയാളി സംഘങ്ങൾക്ക് ബന്ധമുണ്ടോ? പ്രതികൾ ജീവനക്കാർക്ക് നേരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാണ്. 10 കോടി രൂപയുടെ സ്വർണ്ണ വജ്ര ആഭരണങ്ങളാണ് കവർന്നതെന്ന് FIR-ൽ പറയുന്നു. സംഭവത്തിൽ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മൈസൂരു ഹൊൻസൂരിലെ കണ്ണൂർ സ്വദേശികളുടെ ഉടമസ്ഥയിലുള്ള സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറിയിലെ കവർച്ച പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. സംഘം 8 മിനിറ്റ് കൊണ്ട് 8.5 കിലോ സ്വർണ്ണ വജ്രാഭരണങ്ങൾ കവർച്ച ചെയ്തെന്നാണ് FIR-ൽ പറയുന്നത്. 10 കോടിയുടെ വൻ കവർച്ചയെന്നും FIR-ൽ പറയുന്നു. ഞായറാഴ്ച വൈകിട്ടോടെ മുഖംമൂടി ധരിച്ച് 2 ബൈക്കുകളിലായി എത്തിയ സംഘം ജീവനക്കാർക്ക് നേരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് കവർച്ച നടത്തിയത്. തടയാൻ ശ്രമിച്ചെങ്കിലും ജീവനക്കാർക്ക് നേരെ സംഘം 2 തവണ വെടിയുതിർത്തു. ഭാഗ്യം കൊണ്ടാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കവർച്ച നടത്തിയതിനു ശേഷം സംഘം കേരള ഭാഗത്തേക്കാണ് രക്ഷപ്പെട്ടത്. ഇവർ അതിർത്തി വഴി കേരളത്തിലേക്ക് കടന്നതായാണ് സൂചന. അതേസമയം കവർച്ച നടന്ന് 2 ദിവസമായിട്ടും പ്രതികളെക്കുറിച്ചുള്ള സൂചനകളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല. ജ്വല്ലറിയിലെ CCTV-യിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ കവർച്ചക്കാരുടെ മുഖം വ്യക്തമാകുന്നുണ്ട്. എന്നാൽ ഇവർ ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. 5 അംഗ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചാണ് അന്വേഷണം. കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കവർച്ചക്കാർ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് സംസാരിച്ചത്. ഇത് അന്വേഷണത്തെ വഴിതെറ്റിക്കാനെന്നാണ് അനുമാനം. ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കവർച്ചയെന്നാണ് പോലീസ് നിഗമനം. ന്യൂസ് 18 കാസർഗോഡ്. മലപ്പുറം പാണ്ടിക്കാട് പർദ്ദയും മുഖംമൂടിയും ധരിച്ച് പട്ടാപ്പകൽ നടന്ന കവർച്ച. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയാണ് കവർച്ചാ സംഘം പണവും സ്വർണവും കൊള്ളയടിച്ചത്. അതിനിടെ കുട്ടികളിൽ ഒരാൾ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടി. കവർച്ചാ സംഘത്തിൽ ഒരാളെ പിടികൂടുകയും ചെയ്തു. ബേപ്പൂർ സ്വദേശി അനീസാണ് പിടിയിലായത്. മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാണ്. കവർച്ചയ്ക്കിടെ പിടിവലിയിൽ പരിക്കേറ്റ വീട്ടുകാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാണ്ടിക്കാട് പട്ടാപ്പകൽ വീട്ടിൽ അതിക്രമിച്ചു കയറി കവർച്ച നടത്തിയ സംഘത്തെയാണ് നാട്ടുകാർ തുരത്തിയത്. കിഴക്കേ പാണ്ടിക്കാട് കുറ്റിപ്പുളിയിലെ ചക്കാലക്കൽ അബ്ദുവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. അടുക്കളവാതിലൂടെ അകത്തു കയറിയ സംഘം വീട്ടുകാരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സ്വർണവും പണവും കവരുകയായിരുന്നു. 75,000 രൂപ വില വരുന്ന സ്വർണവളയും 15,000 രൂപയുടെ മൊബൈലുമാണ് കവർന്നത്. കവർച്ചയ്ക്കിടെ പിടിവലിയിൽ അബ്ദുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പരിക്കേൽക്കുകയും ചെയ്തു. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്.
മുഖംമൂടിയും ധരിച്ചെത്തിയ 5 അംഗ സംഘമാണ് വീട്ടുകാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയത്. കാറിലെത്തിയ സംഘം വീടിന്റെ മതിൽ ചാടിക്കടന്ന് അടുക്കള വാതിലിലൂടെയാണ് അകത്തെത്തിയത്. ഈ സമയം അബ്ദുവിന്റെ ഭാര്യ, 2 പെൺമക്കൾ, ഇവരുടെ കുട്ടികൾ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു. ബഹളം വെച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി വീട്ടുകാർ പറയുന്നു. ഒരു പെട്ടെന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അവിടെ വന്നെന്ന് അതിൽ എൻ്റെ തീറ്റ ഒറ്റയാക്കിയ കജ്ജ് പിന്നെ അനക്കാൻ കഴിഞ്ഞില്ല. വണ്ടിയിലോട്ട് വന്നിട്ട് പിന്നെ ഒരു പേരൻ്റെ ബാക്ക് സൈഡ് കൂടെ കയറിയാണ്ട് മതിൽ കൂടെ എടുത്ത് ചാടി വന്നിട്ടുണ്ട്. കിച്ചൺ വാതിൽ കൊണ്ട് ചവിട്ടി തുറന്നിട്ട് അതിൻ്റെ വലിയ കൊത്തി അടക്കം പോന്നിട്ട് വാതിൽ പൊളിഞ്ഞ് പോകുന്നത്. അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് ഇവരെല്ലാവരും കൂടി ഔത്ത് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു. അതിൽ ഇവരും കയറിയിട്ട് എല്ലാവരും ഓരോരുത്തരും കൂടി കുടിച്ചിട്ട് ബാക്കിയുള്ളവർ തപ്പുക, മറ്റൊരു എല്ലാവരും കൂടി കുടിച്ച് വെച്ചിട്ട് കൊല്ലും, മുണ്ടിട്ടുണ്ടെങ്കിൽ കൊല്ലുന്ന് പറഞ്ഞുകൊണ്ട് കത്തി മടിയൊക്കെ ഉണ്ടോലൊക്കെ നല്ല പൊടിച്ചാണ്ടാണ്. ഇതിനിടെ കുട്ടികളിലൊരാൾ പുറത്തേക്കോടി നാട്ടുകാരെ വിവരം അറിയിച്ചു. നാട്ടുകാരെത്തിയതോടെ സംഘം രക്ഷപ്പെട്ടോടി. കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബേപ്പൂർ നടുവട്ടം സ്വദേശി അനീസ് പിടിയിലായത്. ഇയാളെ പോലീസിൽ ഏൽപ്പിച്ചു. മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 തിരൂർ. കേരളത്തിലെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെയും വികസനത്തിന് തുരങ്കം വയ്ക്കുന്നത് ആ പ്രദേശത്തുള്ളവർ തന്നെയായിരിക്കും. ചിലപ്പോൾ അവിടുത്തെ നാട്ടുകാർ, അല്ലെങ്കിൽ കച്ചവടക്കാരും ടാക്സി ഡ്രൈവർമാരും. ഈ കാഴ്ച ഏറ്റവും കൂടുതൽ കാണുന്നത് മൂന്നാറിലാണ്. മറ്റു ജില്ലകളിൽ നിന്ന് യൂബർ ടാക്സിയിൽ വിനോദസഞ്ചാരികൾ എത്തിയാൽ പ്രാദേശിക ഡ്രൈവർമാർ പ്രശ്നമുണ്ടാക്കും. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നെത്തിയ യൂബർ ടാക്സി ഒരു സംഘം ഡ്രൈവർമാർ തടഞ്ഞു. ഏതാനും മാസങ്ങൾക്കിടെ നിരവധി വാഹനങ്ങൾക്ക് നേരെയാണ് സമാനമായ രീതിയിൽ അതിക്രമമുണ്ടായത്. പ്ലീസ് കോൾ ദ പോലീസ്. നിങ്ങൾ എന്തിനാ പ്ലീസ് കോൾ ദ പോലീസ്. ഇല്ല അല്ല, പോലീസ് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഞങ്ങളോട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വിത്ത് പ്രൂഫ്. അതുകൊണ്ടാണ്. ആയിക്കോട്ടെ, ഞാൻ വീഡിയോ എടുക്കാം. ഒന്നും ചെയ്യാൻ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് പുതിയ സംഭവം അരങ്ങേറിയത്. വെള്ളിയാഴ്ച കൊച്ചിയിൽ നിന്ന് സഞ്ചാരികളുമായി എത്തിയ വാഹനം അടുത്ത ദിവസം മടങ്ങുന്നതിനിടെ പ്രദേശത്തെ ഡ്രൈവർമാർ തടയുകയായിരുന്നു. ഡ്രൈവറുമായി ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും മൂന്നാറിൽ നിന്ന് സഞ്ചാരികളെ എടുക്കാനാവില്ലെന്ന് പറയുകയും ചെയ്തു. പിന്നീട് ഇവരെ അവഗണിച്ച് ഓൺലൈൻ ടാക്സി ഡ്രൈവർ സഞ്ചാരികളുമായി മടങ്ങുകയായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റാൻഡ് വേണ്ട, ഊബറിന് 24 രാജ്യങ്ങളിൽ ഊബർ ഉണ്ട്. അത് നിങ്ങൾ നാട്ടിൽ ഓടിച്ചു. ആയിക്കോട്ടെ, ചേട്ടനോണൊക്കെ വെച്ചിട്ടില്ലേ? ഏതാനും മാസങ്ങൾക്കിടെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെ തടഞ്ഞ നിരവധി സംഭവങ്ങളാണ് മൂന്നാറിൽ ഉണ്ടായിട്ടുള്ളത്. മുംബൈ സ്വദേശിയായ യുവതി താൻ നേരിട്ട അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വൻ വിവാദമായിരുന്നു. ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് മർദ്ദനമേറ്റ സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. ഓൺലൈൻ ടാക്സി വാഹനങ്ങൾ മൂന്നാറിൽ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് മുൻപ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെ ഡ്രൈവർമാർ തടഞ്ഞിരുന്നു. 2 വർഷം മുമ്പ് മൂന്നാറിലെ തിരക്ക് കുറയ്ക്കാൻ എത്തിച്ച ഇരുചക്ര വാഹനങ്ങളും ഡ്രൈവർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് തിരികെ കൊണ്ടുപോയി. വിനോദസഞ്ചാര മേഖലയ്ക്ക് തന്നെ നാണക്കേടാകുന്ന വിധത്തിൽ മൂന്നാറിലെ സാഹചര്യങ്ങൾ മാറിയിട്ടും കൃത്യമായ നടപടി ഉണ്ടായിട്ടില്ല. ചേട്ടാ, എനിക്കുണ്ട് ഫാമിലി, എനിക്കുണ്ട് കുടുംബം. നിങ്ങൾ നാട്ടിൽ ഓടിച്ചു വന്നേ. നിങ്ങളൊരു പോലീസിനെ വിളിക്കേണ്ട ആവശ്യമില്ല. എന്നാ അവരോട് പമ്പിന്റെ പിടിക്കാൻ പറയാം. പമ്പിന്റെ പിടിക്കാൻ എന്തേ നോക്കട്ടെ. ആയിക്കോട്ടെ, ഇവിടെ സ്റ്റാൻഡ് പരിധിയിൽ ടാക്സി ഡ്രൈവർ കൊടുത്തോ. ആയിക്കോട്ടെ, നീ എടുത്തു കൊടുത്തോ, കുഴപ്പമില്ല, എടുത്തു കൊടുത്തോ. കോടതി. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്തെ ബാർ ഹോട്ടലുകളിലും എക്സൈസ് സർക്കിൾ ഓഫീസുകളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന. ഓപ്പറേഷൻ ബാർകോഡ് എന്ന പേരിൽ നടത്തിയ പരിശോധനയിൽ വ്യാപകമായ അഴിമതിയും നിയമലംഘനങ്ങളും കണ്ടെത്തി. സർക്കാർ ഉദ്യോഗസ്ഥരും ബാർ ഉടമകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ നിന്ന് മാസപ്പടിയായി കൈക്കൂലി വാങ്ങുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്.
6 ബാർ ഹോട്ടലുകളിലാണ് ബാർകോഡ് എന്ന പേരിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത്. പുതുവത്സരാഘോഷം മുന്നിൽ കണ്ട് ബാറുകളിൽ സെക്കൻഡ്സ് എന്നറിയപ്പെടുന്ന വ്യാജ മദ്യവിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു നടപടി. ബാറുകളിൽ അളവിൽ കൃത്രിമം കാട്ടുന്നതും വിൽപ്പനാനുമതിയില്ലാത്ത മദ്യം വിൽക്കുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധനകൾ ഒഴിവാക്കാനായി ചില എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറുകളിൽ നിന്ന് മാസപ്പടിയായി കൈക്കൂലിയും മദ്യവും കൈപ്പറ്റുന്നതായും കണ്ടെത്തി. ആലപ്പുഴയിലെ ബാറിൽ നിന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർക്കും റേഞ്ച് ഇൻസ്പെക്ടർമാർക്കും കൈക്കൂലിയായി നൽകിയ 3,56,000 രൂപയുടെ രേഖകൾ പിടിച്ചെടുത്തു. വയനാട് കൽപ്പറ്റ എക്സൈസ് സർക്കിൾ ഓഫീസിലെ ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിലേക്ക് UPI ഇടപാടിലെത്തിയ 3,50,000 രൂപ സംബന്ധിച്ചും പരിശോധന തുടരുകയാണ്. അനുവദിച്ചതിലും നേരത്തെ പല ബാറുകളും തുറക്കുന്നുവെന്നും വിജിലൻസ് കണ്ടെത്തി. 1 മണിക്കൂർ നേരത്തെ ബാറുകൾ തുറന്നു പ്രവർത്തിക്കുന്നതായാണ് കണ്ടെത്തൽ. പത്തനംതിട്ടയിലെ ബാറിൽ അവധി ദിവസവും വിൽപ്പന നടക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസവും ഈ ബാറിൽ മദ്യവിൽപ്പന നടന്നു. മലപ്പുറത്ത് എക്സൈസ് ഓഫീസിൽ നിന്ന് മദ്യം കണ്ടെത്തി. ബാറുകളിൽ നിന്ന് ലഭിച്ച പാരിതോഷികമാണിതെന്നാണ് കണ്ടെത്തൽ. പലയിടത്തും ഭൂരിഭാഗം ബാറുകളിലും സ്റ്റോക്ക് രജിസ്റ്റർ പോലുമില്ല. കണ്ണൂരിൽ ചില ബാറുകളിൽ ഉപയോഗിക്കുന്ന പെഗ് മെഷറുകളുടെ അളവിൽ കുറവ് കണ്ടെത്തിയതിനെ തുടർന്ന് ലീഗൽ മെട്രോളജി വകുപ്പ് 25,000 രൂപ പിഴ ചുമത്തി. ആലപ്പുഴ ബിവറേജസ് വെയർഹൌസിൽ നിന്ന് തൈക്കാട്ടുശ്ശേരിയിലെ ഒരു ബാറിലേക്ക് അനുവദിച്ച മദ്യം കാസർഗോഡുള്ള മറ്റൊരു ബാറിൽ വിൽപ്പന നടത്തുന്നതായും വിജിലൻസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ക്രമക്കേടുകളിൽ പങ്കാളികളായ ഉദ്യോഗസ്ഥരുടെയും അവരുടെ ബന്ധുക്കളുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് വരും ദിവസങ്ങളിലും വിശദമായ പരിശോധന തുടരുമെന്ന് വിജിലൻസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. അഴിമതിക്കാരും കൈക്കൂലിക്കാരുമായ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ നാടിൻ്റെ ശാപം. പാവങ്ങളെ കൊള്ളയടിക്കുന്നത് മാത്രമല്ല, പല രീതിയിലുള്ള ക്രമക്കേടുകളും കാണിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഇത്തരം അഴിമതികൾ കൈയോടെ പിടിച്ചാലും അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇടുക്കി നെടുങ്കണ്ടം പഞ്ചായത്തിൽ നിന്നും അനധികൃതമായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഉദ്യോഗസ്ഥർ ഇപ്പോഴും സർവീസിൽ തുടരുന്നു. തട്ടിയെടുത്ത പണം തിരികെ അടയ്ക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ മറ്റ് നടപടികളൊന്നുമില്ല. നെടുങ്കണ്ടം മുൻ പഞ്ചായത്ത് സെക്രട്ടറിയും അക്കൗണ്ടന്റും ചേർന്ന് ലക്ഷങ്ങളുടെ തിരിമറിയാണ് നടത്തിയത്. ബില്ലുകളിലും ചെക്കുകളിലും കൃത്രിമത്വം കാണിച്ചാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് മുൻ അക്കൗണ്ടന്റ് PB ബിനോയ്, സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ എന്നിവർ തട്ടിപ്പ് നടത്തിയത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ വൈദ്യുതി ബില്ല് തുകയിലടക്കം കൃത്രിമത്വം കാണിച്ചു. 750 രൂപയുടെ യഥാർത്ഥ ബില്ല് 8,750 രൂപയാക്കി ചെക്കുമാറിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇത്തരത്തിലാകെ 21,96,074 രൂപ ക്രമവിരുദ്ധമായി ചെലവഴിച്ചു. സംഭവത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫിനാൻസ് മാനേജ്മെന്റ് ഇൻസ്പെക്ഷൻ വിഭാഗം അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നഷ്ടമായ തുക 18% പലിശ ഉൾപ്പെടെ ആകെ 25,91,368 രൂപ തിരികെ അടയ്ക്കണം. ഏകദേശം 22 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് അന്ന് കണ്ടുപിടിച്ചത്. ഇപ്പം പഞ്ചായത്തിൻ്റെ ഡയറക്ടർ 22 ലക്ഷം രൂപയും അതോടൊപ്പം അതിൻ്റെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ 26 ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കാനായിട്ടുള്ള ഒരു ഓർഡർ ആയിട്ടുള്ളതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിൻ്റെ ഓർഡർ എത്തിയിട്ടുണ്ട്. തിരിച്ചടയ്ക്കാനായിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിൻ്റെ നിർദ്ദേശം ഓൾറെഡി വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് നമുക്കറിയാം. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് അത് നിലനിന്നത്. പിന്നെ UDFൻ്റെ പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായ രീതിയിൽ അതിനെതിരെ രംഗത്ത് വരികയും അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ടാണ്, അതിൻ്റെ ഒരു വിജയമാണ് ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ളത്. മുൻ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്താണ് തട്ടിപ്പരങ്ങേറിയത്. ബിനോയ്ക്കെതിരെ നെടുങ്കണ്ടം പോലീസിൽ നിലവിലുള്ള കേസിൽ സുനിൽ സെബാസ്റ്റ്യനെയും പ്രതി ചേർക്കണമെന്നും ജോയിന്റ് ഡയറക്ടർ ട്രീസ ജോസ് ഉത്തരവിട്ടിട്ടുണ്ട്. അതേസമയം തട്ടിപ്പ് നടത്തിയ 2 ഉദ്യോഗസ്ഥരും ഇപ്പോഴും സർവീസിൽ തുടരുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കരുണാപുരത്തും സമീപ പ്രദേശങ്ങളിലും ചന്ദനമോഷണം വ്യാപകമാവുകയാണ്. സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിൽ നിന്നാണ് ചന്ദനമരം മോഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം കരുണാപുരം സ്വദേശി രാജേഷിന്റെ കൃഷിയിടത്തിൽ നിന്ന് മരം മുറിച്ചെങ്കിലും തടിക്കഷ്ണങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. വീട്ടുടമയുടെ പരാതിയിൽ പോലീസും വനവകുപ്പും കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കരുണാപുരം തണ്ണിപ്പാറ കാലായിൽ രാജേഷിന്റെ കൃഷിയിടത്തിൽ നിന്ന് മരമാണ് മോഷ്ടാക്കൾ മുറിച്ചത്.
എന്നാൽ കഷ്ണങ്ങളാക്കിയ തടി ഇവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. വീട്ടുകാർ ഭജനയ്ക്ക് പോയ സമയം മനസ്സിലാക്കി എത്തിയ മോഷ്ടാക്കൾ മരം മുറിക്കുകയായിരുന്നു. ഏകദേശം 60 സെന്റിമീറ്റർ വണ്ണമുള്ള ചന്ദനമരമാണ് ചുവടെ മുറിച്ചത്. ഉദ്ദേശം 1 മണിയോട് അടുക്കാറായ സമയത്ത് വെട്ടിക്കൊണ്ട് പോയത് ഞങ്ങൾ അറിയുന്നില്ല. അതിലൊരു നടപ്പാതയുണ്ടായിരുന്നു. ആ വഴിയെ പോകുന്ന യാത്രക്കാരനാണ് അത് കണ്ടത്, വെട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെയാണ്ട് ഈ രാവിലെ നോക്കിയപ്പോൾ തടി വെട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. മുറിച്ചുമാറ്റിയ മരക്കഷ്ണങ്ങൾ മോഷ്ടാക്കൾ സമീപത്തെ പുരയിടത്തിൽ ഒളിപ്പിച്ചു. എന്നാൽ മരം നഷ്ടമായത് മനസ്സിലാക്കിയ ഉടമ അടുത്ത ദിവസം നടത്തിയ തെരച്ചിലിൽ കഷ്ണങ്ങൾ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ വീട്ടുകാർ പോലീസിലും വനം വകുപ്പിലും പരാതി നൽകി. ഏതാനും ദിവസം മുമ്പ് ചെന്നാപ്പാറയിൽ നിന്നും ചന്ദനമരം മോഷ്ടിച്ചിരുന്നു. ന്യൂസ് 18 ഇടുക്കി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. മാവേലിക്കര തഴക്കരയിൽ നിന്ന് വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി. വലിയതറയിൽ ഷിബുവിന്റെ മകൻ 17-കാരനായ അഭിനന്ദ് കൃഷ്ണയെയാണ് കാണാതായത്. വീട്ടുകാരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ആറ്റിങ്ങൽ കുടവൂർ മുസ്ലിം ജമാഅത്തിന്റെ ഉടമസ്ഥതയിലുള്ള ആംബുലൻസ് മോഷണം പോയി. പള്ളിയുടെ മദ്രസയിൽ മുൻപ് പഠിച്ചിരുന്ന പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയും സുഹൃത്തുമാണ് മോഷണം നടത്തിയതെന്നാണ് സംശയം. ക്ഷീരസംഘം കള്ളക്കേസ് നൽകിയെന്നാരോപിച്ച് പാൽ തലയിലൂടെ ഒഴിച്ച് കർഷകന്റെ പ്രതിഷേധം. കൊല്ലം പരവൂർ കൂനയിൽ പാൽ സൊസൈറ്റിയിലാണ് ക്ഷീരകർഷകനായ വിഷ്ണു പ്രതിഷേധിച്ചത്. കുപ്രസിദ്ധ മോഷ്ടാവും തിരുവനന്തപുരം ജില്ലയിലെ കാപ്പാപ്രതിയുമായ നജ്മുദ്ദീനെ ആലപ്പുഴ നൂറനാട് പോലീസ് പിടികൂടി. ആദിക്കാട്ടുകുളങ്ങര സ്വദേശിയുടെ ബിരിയാണിക്കടയിൽ നിന്ന് പണവും മൊബൈൽ ഫോണും മോഷ്ടിച്ച് കടന്നുകളഞ്ഞ കേസിലാണ് അറസ്റ്റ്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല. നമുക്കിടയ്ക്ക് ഇങ്ങനെ തോന്നാറില്ലേ? മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ജീവിത പങ്കാളി, മക്കൾ, അങ്ങനെ എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട ചില സാഹചര്യങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ടാകും. അതിൻ്റെ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ അത് നമ്മുടെ തന്നെ പ്രശ്നങ്ങൾക്കുണ്ടാകും. പ്രിയപ്പെട്ടവരോട് അനാവശ്യമായി ദേഷ്യപ്പെടുന്ന, പൊട്ടിത്തെറിക്കുന്ന നിമിഷങ്ങൾ, ആത്മാർത്ഥമായ സ്നേഹം തിരിച്ചു കൊടുക്കാത്ത അവസ്ഥ, പതിയെ പതിയെ എല്ലാവരും നമ്മിൽ നിന്നും അകന്നു പോകാം. അത് നമ്മൾ തിരിച്ചറിയാൻ വൈകിയിട്ടുണ്ടാകാം. സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ഒറ്റപ്പെടുന്നത്, അക്രമകാരികളാകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഉള്ളു തുറന്ന് സ്നേഹിച്ചു നോക്കുകയെ, തീർച്ചയായും അത് തിരിച്ചു കിട്ടുന്നേ. ചില മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ സുന്ദരമാക്കുന്നത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു.